ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊരു ഈവനിങ് പാർട്ടിക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്താലോ? പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അത് നിങ്ങളെയും കൂടെ കാണിക്കാം. സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്നൊന്നും പറയുന്നില്ല, കുഴപ്പമില്ല, തട്ടിക്കൂട്ടി ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒട്ടും അറിയില്ല എന്നൊന്നുമല്ല. എന്നാൽ ആദ്യം മധുരത്തിൽ നിന്ന് തുടങ്ങാം. പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ്. കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ആഡ് ചെയ്തിട്ട് പാല് നല്ലപോലെ തിളപ്പിക്കുക. കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് അടിയിൽ കട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാൻ പാല് തിളയ്ക്കുന്ന ടൈം കൊണ്ട് ചൈന ഗ്രാസ് മെൽട്ടാൻ വേണ്ടിയിട്ടും അടുത്ത ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലിന് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ഒക്കെ വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 3/4 ലിറ്റർ പാലിലാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 12 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ചെറിയ തീയിൽ കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പില്ലേ, ഈ ഇളനീരിൻ്റെ കാമ്പില്ലേ, അത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. പിന്നെ കുറേ നേരം മിക്സാക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് ഈ ഇളനീര് മിക്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് മെൽട്ടാക്കിയതില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും, പക്ഷെ ഞാൻ അരച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഏത് ട്രെയിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ ഈ പരിപാടിയൊക്കെ. പിന്നെ ക്യാരറ്റ് ഹൽവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കാഷ്യൂനട്ടും കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നല്ല അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഒന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് കാഷ്യൂനട്ടും ഈ മുന്തിരിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതേ പാത്രത്തിലേക്ക് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കണം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാര ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു റിച്ച് ടേസ്റ്റ് ആയിരിക്കും, ഒന്നും കൂടി ടേസ്റ്റ് നന്നായിരിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നത് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കുക. അവസാനമായിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കുറച്ച് ഗീയും മേലോട്ട് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് ബൻസാണ് ഉണ്ടാക്കുന്നത്. ബൻസ് ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഞാൻ പറയാം. ബനാന ഉണ്ടല്ലോ, ബനാന പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എത്ര പറ്റുന്നോ അത്രയ്ക്ക് മാഷ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് സോഡപ്പൊടിയും കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് തൈര് ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കുക. പിന്നെ കുറേശ്ശായിട്ട് മൈദ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ചപ്പാത്തിയൊക്കെ മാവൊക്കെ കുഴക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കുക. ഒരു 7-8 മണിക്കൂറും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കുക. ബൻസിൻ്റെ സൈസ് നോക്കരുത്, കാരണം ഇത് ഉണ്ടാക്കിയപ്പോൾ ചെറുതായിപ്പോയി. എനിക്ക് ബൻസൊക്കെ ഉണ്ടാക്കിയിട്ട് അധികം ശീലമില്ല, അതുകൊണ്ടാണ്. ഉമ്മൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ട്രൈ ആക്കിയതാണ്. എന്തായാലും അവസാനം ടേസ്റ്റ് നല്ലതായിരുന്നു. എല്ലാവരും നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. പിന്നെ 2-3 തവണ നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഉണ്ടാക്കാതിരുന്ന ഒരിക്കലും പഠിക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ ബൻസും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില്ലിയാണോ എന്ന് വിചാരിച്ചാൽ ചില്ലിയല്ല, കറിയാണോ എന്ന് ചോദിച്ചാൽ കറിയുമല്ല. ഇപ്പോൾ നോക്കി വരുമ്പോൾ ചില്ലിയുടെ കസിനായിട്ടൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഒരു അതിൻ്റെ സാമ്യതൊക്കെ ഉണ്ട്. എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്യാസിൽ ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്യൂബ്സായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയും പിന്നെ ക്യാപ്സിക്കമും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തൊട്ടടുത്ത് മാക്രോണി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്കിപ്പോൾ കയ്യിൽ കിട്ടിയ എല്ലാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസും കുറച്ച് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ചില്ലി സോസും ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സോയ സോസും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുകയാണ്. കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫുഡ് കളർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് കളർ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയാം, എന്നാലും എല്ലാവരും വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താണ്. അങ്ങനെ നമ്മുടെ ചില്ലിയുടെ കസിൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയും റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മാക്രോണിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഓൾറെഡി കസ്റ്റർഡിനുള്ള ക്രീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തു. അതിൻ്റെ ഗ്യാപ്പിലുണ്ടല്ലോ ഉമ്മ പത്തിരിയും ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഫുഡൊക്കെ വന്ന ഗസ്റ്റിനൊക്കെ ഇഷ്ടപ്പെട്ടു. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.